SFI ഇന്ന് കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവിനെതിരെ സർവകലാശാല മാർച്ച് നടത്തി. പക്ഷേ കേരളത്തിലെ മാപ്രകളുടെ കാഴ്ചയിൽ കാർഷിക സർവകലാശാലയാകുമ്പോൾ സ്വാഭാവികമായും കൃഷി വകുപ്പാണല്ലോ. അതുകൊണ്ട് CPIക്കെതിരെയുള്ള സമരമെന്നാക്കി മാറ്റി. ഉടനടി ബ്രേക്കിംഗ് വാചകം നിറഞ്ഞു. CPIക്കെതിരെയുള്ള സമരത്തെ സംബന്ധിച്ച് അവർ കാണ്ടം വാർത്ത എന്ന പേരിൽ ഉള്ളിലുള്ള ഇടതുവിരുദ്ധത പ്രചരിപ്പിച്ചു തുടങ്ങി. ഫീസ് വർധനവിനെതിരെ SFI നടത്തിയ ശക്തമായ പ്രതിഷേധത്തെ എങ്ങനെയും രാഷ്ട്രീയമായി വളച്ചൊടിക്കുകയായിരുന്നു ഇന്ന് മാധ്യമ പുങ്കവന്മാരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അങ്ങനെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള M ശിവപ്രസാദ് സമരത്തിൽ നേരിട്ട് പങ്കെടുത്തതിന് ശേഷം അതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത്. കേരളത്തിലെ കൂലിപ്പണി മാപ്രകൾക്ക് കരണം പുകച്ചൊന്നു കൊടുക്കുന്നതിന്റെ ഇഫക്റ്റാണ് ആ പോസ്റ്റിനുള്ളത്. ശിവപ്രസാദിന്റെ പോസ്റ്റ് ഇത് ഇങ്ങനെയാണ്: വാർത്തകൾ വളച്ചൊടിക്കുന്ന നട്ടല് വളഞ്ഞ മാധ്യമ പ്രവർത്തനം. CPI വകുപ്പിനെതിരെ SFI സമരമെന്ന തലവാചകത്തിൽ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവിനെതിരായ സമരത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളോടാണ്. ഇങ്ങനെ ഒരു തലവാചകം നൽകാൻ വേണ്ടിയെങ്കിലും 1.5 മാസക്കാലമായി തുടരുന്ന ഈ സമരം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിലുള്ള സന്തോഷം ആദ്യം രേഖപ്പെടുത്തുന്നു. ഈ അധ്യയന വർഷം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് 200% വിവിധ കോഴ്സുകളിലായി വർദ്ധിപ്പിച്ചത്. വർധനവുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയപ്പോൾ തന്നെ അമിതമായ ഈ ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് SFI ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഇത് നടപ്പിലാക്കുമെന്ന പിടിവാശിയാണ് സർവകലാശാല VC B അശോക് കാണിച്ചത്. ഇതിനെതിരെ അന്നു മുതൽ SFI സർവകലാശാല ആസ്ഥാനത്തും ക്യാമ്പസുകളിലും സമരത്തിലാണ്. ഈ സമരമാണ് SFI തുടരുന്നത്. ഈ സമരത്തെ തുടർന്ന് SFIയുടെ 4 സഖാക്കളാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടതെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. SFI സമരത്തെ തുടർന്ന് വിദ്യാർത്ഥികളോട് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത അധികാര ഗർവിന്റെ ആൾരൂപമാണ് VC-യായ ഈ IAS പുങ്കവൻ. എന്നാൽ സമരം ശക്തിപ്പെട്ടപ്പോൾ വിദ്യാർത്ഥി സമരം ന്യായമെന്ന് തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദിന്റെ ഇടപെടലാണ്. 3 ആഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ SFI സംസ്ഥാന ഭാരവാഹികൾ തന്നെ നേരിട്ട് പങ്കെടുത്ത് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രയാസങ്ങൾ അറിയിക്കുകയും ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അന്യായമായ ഈ ഫീസ് വർധനവ് പുനഃപരിശോധിച്ച് ഫീസ് കുറയ്ക്കുന്നതിന് VC-യോട് ആവശ്യപ്പെട്ടതുമാണ്. എന്നാൽ ഈ ധാരണ നടപ്പിലാക്കാൻ തയ്യാറാകാതെ നിഷേധാത്മക സമീപനം VC തുടരുകയാണ്. 1-ാം വർഷ അഡ്മിഷൻ ലഭിച്ച നിരവധി കുട്ടികളാണ് വർദ്ധിച്ച ഫീസ് താങ്ങാനാകാതെ TC വാങ്ങിപ്പോയത്. അതുകൊണ്ടാണ് അതിശക്തമായ സമരവുമായി SFI മുന്നോട്ട് പോകുന്നത്. പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികളുടെ പഠനം തുടരാൻ ഇടപെടുമെന്ന കൃഷിവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന സ്വാഗതാർഹമാണ്. എന്നാൽ ഫീസ് കുറയ്ക്കില്ലെന്ന് ഇപ്പോഴും പിടിവാശിയിൽ നിൽക്കുന്ന VC നിലപാട് തിരുത്താൻ തയ്യാറാകേണ്ടതാണ്. കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാരെയും സർക്കാരിനെയും SFIക്കും വിദ്യാർത്ഥികൾക്കും വിശ്വാസമാണ്. വിദ്യാർത്ഥി വിരുദ്ധമായ എന്തെങ്കിലും നടപടികൾ ഉണ്ടായാൽ അത് തിരുത്തിപ്പിക്കാൻ ഇടപെടുന്നവരാണവർ. ഈ വിഷയത്തിലും ആ ഇടപെടൽ ബന്ധപ്പെട്ട മന്ത്രി നടത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് ഇതാണെന്നിരിക്കെ പിടിവാശി ഉപേക്ഷിച്ച് ഫീസ് കുറയ്ക്കാൻ VC തയ്യാറാകണം. അല്ലാത്ത പക്ഷം അതിശക്തമായ സമരവുമായി SFI മുന്നോട്ട് പോകും. കേരള സർവകലാശാല VCക്കെതിരായ സമരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരായാണെന്ന് വാർത്ത നൽകിയവർ ഇന്ന് കാർഷിക സർവകലാശാല VCയുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരായ സമരത്തെ കൃഷിവകുപ്പിനെതിരായ SFI സമരമെന്ന് വാർത്ത നൽകുന്നതിലെ കുബുദ്ധി ജനങ്ങൾക്ക് മനസ്സിലാകും. സമരം തുടരും. ഇതാണ് ശിവപ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആടിനെ പട്ടിയാക്കുന്ന മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള പോസ്റ്റാണ്. കാർഷിക സർവകലാശാലയിൽ ഫീസ് കൂട്ടിയതിൽ കേരളത്തിലെ മാപ്രകൾക്ക് ഒരു വേദനയുമില്ല. അവരുടെ സ്വന്തം IAS പുങ്കവനായതുകൊണ്ട് ആ മാടമ്പി പറയുന്നതിനൊപ്പം തന്നെ മാപ്രകളും നിലകൊള്ളും. അതിനപ്പുറം സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ ഫീസ് വർധനവിനെതിരെ പോരാട്ടത്തിനിറങ്ങിയ SFIയുടെ സമരത്തെ വളച്ചൊടിച്ച് കൃഷി വകുപ്പിനെതിരാക്കാനുള്ള ആ വ്യഗ്രതയും നാട്ടുകാർ കാണാതെ പോകരുത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ നടത്തുന്ന കൂലിയെഴുത്ത്. ഇത് നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട്. അത് കൃത്യമായി തുറന്നു കാട്ടുന്നതാണ് ശിവപ്രസാദിന്റെ പോസ്റ്റ് എന്ന് പറയാതെ തരമില്ല.